ഇപ്പോൾ എല്ലാവരെയും പുഴയ്ക്ക് അക്കരെ ഉണ്ടായിരുന്ന ഏകദേശം എല്ലാവരെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നിരുന്ന ആളുകളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഏതാനും മൃതദേഹങ്ങൾ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമെന്ന് തോന്നാം. അവർ അതുകൂടി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ആ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനിയും നിരവധി പേർ ആ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിലെ സ്ഥലങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. രാത്രി ആ സ്ഥലത്ത് പോയി അവരെ എടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ പ്രായോഗികമാകില്ല. ഇപ്പോൾ അപ്പുറത്തുള്ളായിരുന്ന ഏകദേശം എല്ലാവരെയും തന്നെ ഇവിടേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായി എത്തിച്ചു കഴിഞ്ഞു. ഇനിയും ഇവിടെ മറ്റ് ഏതാനും മൃതദേഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സമയത്തെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഒരു നാടിനായി ഒരുമിച്ച് കേരളം മുഴുവൻ കൈകോർക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയധികം പ്രവർത്തകർ, അത്രയധികം ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ എത്തുന്നു. അതേസമയം തന്നെ മന്ത്രി അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ ഈ വഴിയിൽ റെസ്ക്യൂവിന് തടസ്സമാകുന്ന രീതിയിൽ ഇടരുത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതുമാണ്. പക്ഷേ നിരവധി പേർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കഴിയാവുന്ന സഹായങ്ങളുമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ നിന്ന് ആളുകളെ കൂടുതലായി ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഈ രീതിയിൽ ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഉരുൾപൊട്ടലിനിടയിൽ അവിടെ അതിജീവിച്ചവരാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ കൂടുതലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി പേർ ക്ഷീണിതരാണ്. കാരണം രാത്രി അവിടെ പലരുമൊന്നും കഴിച്ചിട്ടില്ല. അവരെയാണ് രക്ഷാപ്രവർത്തനം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ അങ്ങനെ രക്ഷാദൗത്യം അത് അത്യന്തം വെല്ലുവിളി നിറഞ്ഞ നിമിഷവും സൈന്യവും മറ്റു വിഭാഗങ്ങളും ഒക്കെ തന്നെ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഈ രാത്രിയിലും അവസാനം എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ മറ്റ് മറുകരയിലേക്ക് എത്തിക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യമാണുള്ളത്. രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരാത്ത രീതിയിൽ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് എത്തുമെന്ന ഒരു പുതിയ വിവരങ്ങൾ കൂടിയുണ്ട്. എപ്പോൾ എത്തണമെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഗവർണർ അവിടേക്ക് തിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഏകോപനവുമായി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അവിടേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാവരും കൈകോർത്ത് പിടിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെ എയർ ലിഫ്റ്റിംഗ് നേരത്തെ നമ്മൾ കണ്ടു. അത് വ്യോമസേന കൃത്യമായിട്ട് തന്നെ ഒരു പരുവപ്പെട്ട അന്തരീക്ഷം ഒരുക്കി ലാൻഡ് ചെയ്തിട്ടാണ് നിരവധി ആളുകളെ അവിടെ നിന്നും മാറ്റി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്.